ഞാൻ നേരത്തെ കാണിച്ച പോലെ അവിടെ ഇങ്ങനെ മത്തനും വള്ളിപ്പയറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് കുറച്ച് സ്പേസ് വേണ്ടി വരും മിക്കവാറും. അപ്പോൾ ആ ഒരു സ്പേസ് കൊണ്ട് നമുക്ക് ഈ ഉള്ള ഇട വെച്ചിട്ട് അത്രയും നടാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നമുക്കിങ്ങനെ ഒരു 3-4 ചട്ടി വെച്ചിട്ട് അവിടെ നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിപ്പോൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പല്ലറ്റ് വെച്ചിട്ട് പൊക്കി വെക്കുകയാണെങ്കിൽ അതിൻ്റെ മണ്ടയിൽ ചട്ടി വെക്കാമല്ലോ. അങ്ങനെ ഒരു സെറ്റപ്പിൽ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇത് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നമ്മുടെ പച്ചമുളകും തക്കാളിയൊക്കെ ഈ ബക്കറ്റിൽ ഇങ്ങനെ ചെടിച്ചട്ടിക്കകത്ത് വെച്ചേ. അപ്പോൾ ഒരു 2 ദിവസമൊക്കെ നല്ല സമ്മറായി കഴിയുമ്പോൾ ഒരു 2 ദിവസമൊക്കെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ വാടി പോകുമായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇനി ചട്ടിക്കകത്ത് വെക്കുന്ന പരിപാടിയില്ല, നിലത്ത് ഡയറക്റ്റ് വെച്ചാൽ മതി. അപ്പം നാച്ചുറലായിട്ടുള്ള കുറച്ച് വെള്ളമൊക്കെ കിട്ടുമല്ലോ. പക്ഷെ ഇപ്പോൾ സ്പേസിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വെച്ചേക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കൃഷിക്ക് ശേഷം കിട്ടിയ ഇത്രയും ബക്കറ്റ്സ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഉപയോഗിക്കുന്നത്. കുറേ പൈസ മുടക്കി നമ്മൾ അല്ലാതെ ഫുഡിൻ്റെ ഒക്കെ പച്ചക്കറി നടാനും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനും മേടിക്കാനും ഒക്കെ കിട്ടും. അത് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നി. ഇതിപ്പോൾ നമ്മളൊരു 5-6 മാസത്തിനല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ പൈസ കളയേണ്ട ആവശ്യമില്ല, ഈ ബക്കറ്റിൽ തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ പച്ചക്കറികൾ നട്ടു വെക്കാമെന്ന്. അപ്പോൾ ഇപ്പോൾ എത്രയുണ്ട്? 4, 5, 6, 7, 8 എണ്ണം ഉണ്ട്. ഈ 8ഉം ഞാൻ യൂസ് ചെയ്യാൻ സാധ്യതയില്ല. ഇവിടെ നട്ടിട്ട് മിച്ചം വരുന്നത് മാത്രം ഇങ്ങോട്ട് പിടിപ്പിക്കാനാണ്. അപ്പോൾ നമ്മുടെ വള്ളിപ്പയറൊക്കെ ഇതിനകത്ത് വെക്കാനൊരു പ്ലാനിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൗകര്യത്തിനനുസരിച്ച് സ്ഥലം മാറ്റി വെക്കാമല്ലോ. എന്തായാലും നമ്മുടെ ആപ്പിളും പീച്ചും ഒക്കെ ഈ വർഷം നട്ടതേ ഉള്ളൂ. അപ്പം വലിയ രീതിയിൽ പടർന്ന് പന്തലിക്കുകയല്ല. സോ അതുകൊണ്ട് അതിൻ്റെ ചോട്ടിലായിട്ട് മത്തനും പയറും കൂടെ നടാമെന്ന് വിചാരിച്ചു. മിച്ചമുള്ളത് നമ്മൾ ബക്കറ്റിലോട്ട് മാറ്റിയാൽ മതി. ഇത് ഓൾറെഡി മണ്ണ് ഇളകി കിടക്കുന്നതാണ്. ഇത് തടിയുടെ പൊടിയൊക്കെയാണ് കിടക്കുന്നത്. സോ ഇതിനകത്തൊരു കുറച്ചൊന്ന് കുഴിച്ചതിന് ശേഷം വിത്ത് ഡയറക്റ്റ് കുറച്ച് ഫെർട്ടിലൈസറൊക്കെ ഇട്ടിട്ട് ഇടാമെന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ. അപ്പോൾ ഞാൻ ഈ ഇടുന്നത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഫെർട്ടിലൈസറാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ അതിട്ടിട്ട് അതിൻ്റെ മുകളിൽ വിത്തിടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പിന്നീട് വളം ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാലും ബേസായിട്ട് കുറച്ച് എന്താ പറയുക നാച്ചുറലായിട്ടുള്ള ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. സഞ്ജുവേ, ഇപ്പം നീ 8ാം മാസമല്ലേ? 8ാം മാസത്തെ മര്യാദയ്ക്ക് റെസ്റ്റ് എടുത്ത് അകത്തിരുന്ന് ഏതാനും കാര്യം ചെയ്യാൻ നോക്കാവുള്ളതിന് ഈ കട്ടപ്പണിയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ജിനു പറഞ്ഞില്ലേ ഈ ഓഫ് വന്നു കഴിഞ്ഞാൽ ഞാൻ ജിനുവിനെ കൊണ്ട് പണിയെടുപ്പിക്കുക. ഇവിടെ ഓരോ പ്ലാൻ ഇടുകയാണ്, സമാധാനം കിട്ടുന്നില്ല എന്ന്. അപ്പം ഞാനും കൂടെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ഒരു തെളിവാണല്ലോ. 2ാമത്തെ കാര്യം, നമ്മൾ ഈ പണ്ടത്തെ അമ്മമാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഞങ്ങളൊക്കെ ഗർഭിണികളായിട്ട് ഇരുന്നപ്പോൾ നെല്ല് കുത്തിയിട്ട് പോയി പ്രസവിച്ചിട്ട് വന്നിട്ടുണ്ടത്. അപ്പം അതുകൊണ്ടാണ് സുഖപ്രസവവും പിന്നെ ആരോഗ്യമുള്ള കൊച്ചിനെ കിട്ടിയതെന്ന്. അപ്പം ഞാനും എൻ്റെ കൊച്ചിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കാന്ന്, ശരീരം ഒന്ന് അനങ്ങിയേക്കാന്ന് വിചാരിച്ചു. അത്രയ്ക്കും സുഖം പ്രസവം വേണ്ട, അത് കുറച്ചുള്ളത് മതി. പിന്നെ അതുപോലെ സ്വതവേ നമുക്ക് 2 പേർക്ക് ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണല്ലോ. അപ്പൊ ഈ സമയത്ത് നമ്മൾ പണിയെടുത്ത് അതിന്റെ ആ ഒരു ഊർജം കൊച്ചിന് കിട്ടി, കൊച്ചിന് ഇച്ചിരി ഉത്സാഹം കിട്ടിയാലോ. സഞ്ജു മോൾ, എന്താണ് നിന്റെ പ്ലാൻ അനുസരിച്ച് നീ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്? ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? വാഴ വാഴ വാഴക്കിന പഴഞ്ചൊല്ല് കേട്ടില്ലേ? വാഴ നനയുമ്പോൾ ചീരയും കൂടെ നനഞ്ഞോട്ടെ എന്ന്. അതുകൊണ്ട് ഞാൻ ഈ വാഴയുടെ ചോട്ടില് മത്തൻ നടാൻ പോവാ. അതുകൊണ്ടുള്ള ഗുണം ചീരയില്ലല്ലോ. ചീരയുടെ വിത്തുണ്ട്, മമ്മി നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെ നടത്തില്ല. അത് ഞാൻ വിചാരിച്ചു ബക്കറ്റിൽ നടാന്ന് വിചാരിച്ചു. മത്തനാകുമ്പോ കുറച്ച് വള്ളി പടർപ്പുകൾ ഉണ്ടാവൂലോ. ഇവിടെ നമ്മളിങ്ങനെ മത്തൻ ഇങ്ങനെ നടുവാണെങ്കിൽ ഈ നിലത്തൂടെ അല്ലെ ഫെൻസിൽ കൂടെ ഒക്കെ കയറ്റി വിടാലോ എന്ന് വിചാരിച്ചു. ഇവിടെ മത്തങ്ങ നടാം. മത്തങ്ങ ഒക്കെ എന്നും മത്തങ്ങ ചാറ്, മത്തങ്ങയും പരിപ്പും. എന്നും എന്നും ഈ വീട് മത്തങ്ങയും പരിപ്പായിരിക്കും. നമുക്ക് വേണേ കുറച്ച് വിൽക്കാം. ലാസ്റ്റ് ഒട്ടും ചോദിക്കും ഈ വീട്ടിൽ ഇതിന് മാത്രം മത്തൻ കളിയാ. അപ്പം മത്തൻ്റെ വിത്ത് ഞങ്ങൾ ഇവിടുന്ന് തന്നെ അസ്ഡയിൽ നിന്നും ലിഡിലിൽ നിന്നൊക്കെ ആയിട്ട് വാങ്ങിച്ചതാണ്. അത് ഹണി മെലൻ ഉണ്ട്, അല്ലാത്ത നോർമൽ മത്തനുണ്ട്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ സ്പേസ് ഉള്ളതുകൊണ്ട് എന്താ പറയുക, അതിന് പടർന്ന് പന്തലിക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസ് ഉണ്ടാവും. സോ അത് വേണ്ടിയിട്ടാണ് ഞാൻ
ഇങ്ങനെ ഒരു സ്പേസ് അതിനു വേണ്ടി തിരഞ്ഞെടുത്തത്. മത്തൻ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നല്ല സൺഫ്ലവർ സീഡും കൂടി ഇടുന്നുണ്ടേ. കോമഡി എന്നറിയോ, വീട്ടിൽ വെച്ച് മമ്മി നടുന്ന ഒരു കാന്താരിക്ക് വെള്ളം പോലും ഒഴിക്കലാത്ത ടീമുകളായിരുന്നു നമ്മളൊക്കെ. നമ്മളല്ല നീ, ഞാനാണെങ്കിൽ അവിടെ സ്ഥിരം കൃഷിയായിരുന്നു. ഏലത്തിന് മരുന്നടിക്കും, ഏലക്ക പറിക്കാൻ പോകും. ഇടുക്കിയാക്കിയത് ആരാ? ഞാന്, എൻ്റെ പൂർവികരും. സഞ്ജു അത് കോഴി പുറത്തിറങ്ങി. ആ സഞ്ജു മോള് കോഴിക്കോടും തുറന്നിട്ടിട്ട് വന്നു. മിസ്റ്റർ പെരേര, അങ്ങനെ ഇറങ്ങിപ്പോവാൻ പാടില്ല. ഇതൊക്കെ സൂര്യകാന്തി വിത്ത് വേണം. തിന്നു നോക്കി, തിന്നാത്തെന്താ ഇഷ്ടം? തിന്നു നോക്കിയല്ലേ അറിയത്തില്ല, ഇഷ്ടമാണോ? ഇത് ടുട്ടുവിനെ ഭീഷണിപ്പെടുത്തി തീറ്റിക്കുന്ന പോലെയല്ലോ. ഇവിടെ നമ്മുടെ പണി തീർത്തിട്ട് പോവാം. പറഞ്ഞ വായ കുത്തി കയറ്റി വെക്കാം. അങ്ങനെ എന്ന് കാണിക്കുന്നു വേണ്ട. ആ ഇത് നമ്മൾ കാണിച്ചില്ല ഇന്നലെ പഴയ വീഡിയോയില്. ആക്ച്വലി ഞങ്ങൾ ആദ്യം കണ്ടപ്പോണ്ടല്ലോ ഇങ്ങനെ ഒരു ഡോർ ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഐഡിയ വന്നില്ല. പിന്നെ നമ്മൾ ഈ വെള്ളം വെക്കാനൊക്കെ ഇത് നോക്കിയപ്പോഴാണ് ഇത് മൊത്തത്തിൽ പൊക്കേണ്ട വന്നു. അപ്പം പിന്നീട് എക്സ്ട്രാ പിടിപ്പിച്ചതാണ് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഡോറ് പോലെ ചെറിയൊരു ലോക്ക് കമ്പി വെച്ച് വളച്ച് വെച്ചേക്കുന്ന ഒരു സെറ്റപ്പ്. അത് മുമ്പ് ഞാൻ വെള്ളം കൊടുക്കാൻ പോയപ്പോൾ അറിയാതെ തുറന്നിട്ട് അതിൽ കൂടെയാണ് നമ്മൾ ചാടിയത്. കിഴിഞ്ഞോ ചാടരുത് കേട്ടോ, ചാടരുത് കേട്ടോ. വെള്ളം ഉണ്ടല്ലോ ആവശ്യത്തിന്, അതൊക്കെ കുടിച്ചാണ്ട് നിൽക്കും കേട്ടോ.